ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ കാൽവരി ബലിയുടെ സ്ഥലത്ത് പിതാവും പിതാവിൻ്റെ സൈന്യങ്ങളും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വളരെ ശ്രദ്ധയോടെ വചനം പഠിച്ചു വന്നാൽ മനസ്സിലാക്കാൻ പറ്റും. ബലി സ്വീകരിക്കാൻ, പുത്രൻ്റെ ഏക ബലി സ്വീകരിക്കാൻ പിതാവും പിതാവിൻ്റെ സൈന്യങ്ങളുമെല്ലാം അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. അതിനുശേഷം നടന്ന സാഹചര്യങ്ങൾ നമ്മൾ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ ലേഖനങ്ങളിലും ഒക്കെ ചേർത്ത് പഠിച്ചാൽ നമുക്ക് ചില കാര്യങ്ങളൂടെ മനസ്സിലാകും. നമുക്ക് മുന്നോട്ട് പോകാം. ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. യേശു അത്യുച്ചത്തിൽ, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പ്രാണനെ വിട്ടു. ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പ്രാണനെ വിട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. ഇതേ സാഹചര്യം തന്നെ മത്തായി സുവിശേഷത്തിലുണ്ട്. 27-ാം അധ്യായത്തിൽ 27-ാം അധ്യായത്തിൻ്റെ 50-ാമത്തെ വാക്യം ഒന്ന് നോക്കിയേ. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. അവിടെ ഉറക്ക നിലവിളിച്ചു പ്രാണനെ വിട്ടു എന്ന് വായിക്കുന്നു. ഈ ഭരമേൽപ്പിക്കുന്നു എന്ന ഭാഗം വിട്ടിട്ട് അവിടെ ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടു എന്ന് എഴുതിയേക്കുന്നു. 27-45 ഒന്ന് വായിച്ചേ. മത്തായി 27-45. മത്തായി 27-45 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ദേശത്തെല്ലായിടത്തും ഇരുട്ട് വ്യാപിച്ചു. അതായത് ഈ ബൈബിളിലെ കാര്യങ്ങൾ ഇങ്ങനെ ഓർഡറായിട്ടല്ല പറഞ്ഞേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് കൃത്യം ഓർഡറായിട്ട് അങ്ങോട്ട് എഴുതേണ്ട പോലെ എഴുതി 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 വെക്കാമെങ്കിൽ ഇതെല്ലാവർക്കും മനസ്സിലായത്. പക്ഷേ പരിശുദ്ധാത്മാവ് അങ്ങനെ അത് ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇതാവശ്യമുള്ളവൻ അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ മർമ്മം. അത്യാവശ്യം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പിടികിട്ടും. പിന്നീട് ഇതിൻ്റെ ഡീപ്പായ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഇതിങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിരിക്കുന്നത്. രണ്ട് വാക്യങ്ങൾ തമ്മിൽ പോലും ചിലപ്പോൾ കാലങ്ങളുടെ വ്യത്യാസം കാണും. അടുത്തടുത്ത രണ്ട് വാക്യങ്ങൾ പോലും ചിലപ്പോൾ കാലങ്ങളുടെ വ്യത്യാസം കാണും. അതുകൊണ്ട് ഇത് അന്വേഷിച്ച് കണ്ടെത്തണം. മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 51 ഒന്ന് വായിച്ചേ. അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽ തൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി. അതിൻ്റെ അടുത്ത വാക്യം കൂടെ വായിച്ചേ. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവന്റെ പുനരുത്ഥാനത്തിന്റെ ശേഷം കല്ലറകളെ വിട്ടു. ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഇതിനെല്ലാം സമയങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷേ എഴുതി വെച്ചപ്പോൾ ഒറ്റയടിക്കാം. എന്നാൽ അങ്ങനെയല്ല, ഇതിനെല്ലാം സമയങ്ങൾ എടുത്തിട്ടുണ്ട്. വീണ്ടും ലൂക്കായിലോട്ട് തന്നെ പോകെ. 23-46 വായിച്ചേ. 23-46 ഇങ്ങനെ. യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞ് ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. ഇങ്ങനെ ആത്മാവിനെ ഭരമേൽപ്പിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ യോഹന്നാൻ 4:24 പറയുന്നു, ദൈവം ആത്മാവാകുന്നു, ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അപ്പോൾ ആത്മാവിനെ ഭരമേൽപ്പിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയും. അതിൻ്റെ വേറൊരു തെളിവ് വചനം കൂടെ കാണിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. ഇയ്യോബ്, സകല ജീവജന്തുക്കളുടെയും പ്രാണനും സകല മനുഷ്യവർഗത്തിന്റെ ശ്വാസവും അവന്റെ കയ്യിൽ ഇരിക്കുന്നു. അങ്ങനെയാണ് സത്യവേദ പുസ്തകം എഴുതിയേക്കുന്നത്. പക്ഷേ മാത്യൂസ് വർഗീസ് എഴുതിയ വിശുദ്ധ സത്യവേദ പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിന് 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ തന്നെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, സകല ജീവജന്തുക്കളുടെയും പ്രാണനും സകല മനുഷ്യവർഗത്തിൻ്റെയും ശ്വാസവും അവൻ്റെ കയ്യിൽ ഇരിക്കുന്നു. ഒറിജിനൽ തർജ്ജിമയായ ഗ്രീക്ക്, ഹീബ്രു ബൈബിളുകളുടെ ഒറിജിനൽ തർജ്ജിമയായ തമിഴ് ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ അത് അങ്ങനെ തന്നെ എഴുതിയേക്കുന്നത്, സകല ജീവജന്തുക്കളുടെയും പ്രാണനും സകല മനുഷ്യവർഗത്തിൻ്റെ ശ്വാസവും അവൻ്റെ കയ്യിലിരിക്കുന്നു. ഇത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ഊതിക്കയറ്റിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായെന്നാണ് ബൈബിൾ എഴുതിയേക്കുന്നത്, നമ്മുടെ മലയാളം ബൈബിള്. പക്ഷേ മൂലഭാഷകളിൽ എഴുതിയേക്കുന്ന അവൻ ജീവാത്മാവായെന്നാണ്. ജീവാത്മാവ്. ആ ജീവാത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു. അല്ലെങ്കിൽ ആത്മാവായ ദൈവം ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു. ആ ലൂക്കായി 23:46 അത്യുച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട്
ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു. അതായത് കരങ്ങളിൽ ഭരമേൽപ്പിക്കണമെങ്കിൽ ഈ ബലി നടക്കുന്നിടത്ത് തന്നെ പിതാവ് ഉണ്ടാവണം. പിതാവിൻ്റെ കരങ്ങളിലോട്ടല്ലേ കൊടുത്തത്. അതായത് പുത്രൻ്റെ ഏകബലി സജീവവും പൂർണ്ണവുമായ ഏകബലി നടക്കുന്നിടത്ത് പിതാവും ദൂതന്മാരും ഉണ്ടായിരുന്നു എന്ന് തന്നെ നമ്മൾ നോക്കണം. അതുകൊണ്ടാണ് ലൂക്ക 23:33 ഒന്ന് വായിച്ചത്. ലൂക്ക 23:33. തലയോടിടം എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവൃത്തിക്കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. 34-ാമത്തെ വാക്യം പറയുന്ന, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് യേശു പ്രാർത്ഥിച്ചപ്പോൾ തൊട്ടടുത്ത് പിതാവ് നിൽപ്പുണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. കാരണം ജീവൻ കയ്യിലോട്ട് കൊടുത്തെന്നാണ് ഏൽപ്പിച്ചേക്കുന്നത്. ജീവൻ പിതാവിൻ്റെ. അത് വേണമെങ്കിൽ നമുക്ക് ഭയങ്കര ആത്മീയത അങ്ങ് കൂട്ടിയിട്ട് പറയാം, സ്വർഗത്തിലിരിക്കുന്ന പിതാവേ അങ്ങയുടെ കയ്യിലേക്കെന്നൊക്കെ വേണേൽ പറയാം. പക്ഷേ അത് അത്രയും വലിയ പരിപാടിക്കൊന്നും പോകണ്ട. നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പകരമായിട്ട് പറഞ്ഞ ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വരുവാണെങ്കിൽ 1-ാം അധ്യായത്തിൻ്റെ 9, 13, 17 വാക്യങ്ങളിലൊക്കെ ഈ ദഹന ബലികൾ അർപ്പിക്കുമ്പോൾ അതിൻ്റെ സൗരഭ്യ വാസന എനിക്ക് സ്വീകാര്യമാണെന്നൊക്കെ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഏതൊക്കെയായാലും നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ദഹനബലി അർപ്പിക്കുമ്പോൾ ഇതിൻ്റെ സൗരഭ്യം പൊങ്ങുന്നത് ഈ കുറച്ച് ദൂരമേ പൊങ്ങുള്ളൂ. അല്ലാതെ ഇത് ഇവിടുന്ന് അങ്ങ് ശൂന്യാകാശം കടന്ന് 1-ാം സ്വർഗ്ഗം 2-ാം സ്വർഗ്ഗം കടന്ന് 3-ാം സ്വർഗ്ഗം വരെ ഒന്നും ചെല്ലുകയില്ല. അപ്പോൾ ഇതെന്താ? ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ ഇങ്ങനെ കിലോമീറ്ററുകളും പോകുന്നൊരവസ്ഥയിലേക്ക് നമുക്ക് വരും. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ഇരിപ്പുണ്ടെന്നല്ല അർത്ഥം. ഞാനുണ്ട്. അത് അങ്ങനെ തന്നെ നമുക്ക് കാണാൻ പറ്റണം. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യത്തിൽ ദൈവം ഉണ്ടെങ്കിൽ നമ്മൾ എത്ര യോഗ്യമായിട്ടിരിക്കും. 2-3 പേർ ഒന്നിച്ചു കൂടുന്നവരുടെ മധ്യത്തിൽ ദൈവം ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിൻ്റെ ഇടയ്ക്കിരുന്ന് ഞാൻ ഉറങ്ങുമോ? അതിൻ്റെ ഇടയ്ക്കിരുന്ന് ഞാൻ വേണ്ടാത്ത ചിന്തകളിലേക്ക് പോവുമോ? അപ്പോൾ ഈ പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയായികാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് യേശു പറഞ്ഞത് അടുത്ത് നിൽക്കുന്ന പിതാവിനോടാണ് പറഞ്ഞത്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല. നാളെ ഇവർ അനുഭവിക്കാൻ പോകുന്ന പീഡനങ്ങൾ, നാളെ ഇവർ അനുഭവിക്കാൻ പോകുന്ന കഷ്ടതകൾ, നാളെ ഇതിൻ്റെ പേരിൽ ഇവർ ലോകം മുഴുവൻ ചെതറിക്കപ്പെടും, ഇവരിൽ അനേകർ കൊല്ലപ്പെടും, ഇവരുടെ സ്ത്രീകൾ മാനഭംഗപ്പെടും, ഇവർ ലോകം മുഴുവൻ ചെതറിപ്പോകും, പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഈ ജർമ്മനി പോലെയുള്ള രാജ്യങ്ങളിൽ ഇവർ ഗ്യാസ് ചേമ്പറുകൾ ഉരുകിത്തീരും. ഇതൊക്കെ ഇവർ അനുഭവിക്കാൻ പോകുന്നത് കൊണ്ട് പിതാവേ, ഇവരെന്തായി ചെയ്യാൻ പോകുന്നതെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പിതാവിൻ്റെ അടുത്ത് യേശു പ്രാർത്ഥിച്ചത് കൊണ്ടാണ് പിതാവ് അനങ്ങാതെ അവിടെ നിന്നത്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സകല സംവിധാനം അവിടെ നിൽക്കുന്നിടത്ത് ഒരു തിരിഞ്ഞായിരുന്നു ഇവന്മാരുടെ എല്ലാം പുക കണ്ടുപോയനെ. അതുകൊണ്ട് പിതാവ് അവിടെ ഉണ്ടായിരുന്നു പുത്രൻ്റെ ഏകബലി സ്വീകരിക്കാൻ. ലേവ്യ പുസ്തകത്തിൽ പറയുന്ന മാനുഷികമായ ബലികൾ അർപ്പിച്ചെങ്കിൽ ആ ബലികൾ സ്വീകരിക്കാൻ ഇറങ്ങി വന്നെങ്കിൽ എന്തുകൊണ്ട് പുത്രൻ്റെ ഏകബലി, സ്വർഗം ഇഷ്ടപ്പെടുന്ന പരിപൂർണവും സജീവവും ജീവദാതായകവുമായ ഏകബലി അർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം, പിതാവിൻ്റെ സാന്നിധ്യം അവിടെ കാണുകയില്ല. പിതാവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അത് ഉണ്ടായിരുന്നു എന്നതിന് ഒരു വാക്യം കൂടെ ചേർത്ത് വായിക്കാം. ഈ കാര്യങ്ങളൊന്നും അവന്മാർ ഗ്രഹിച്ചിരുന്നില്ല. 1 കൊരിന്ത്യർ 2:8 വായിച്ചേ. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. അതായത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നും ഇവന്മാർ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞായിരുന്നെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയല്ലായിരുന്നു. കാരണം ഈ നടക്കാൻ പോകുന്ന പിതാവും പിതാവിൻ്റെ സൈന്യവും സംവിധാനങ്ങളെല്ലാം അവിടെ ഉണ്ടായത്. ഭൂമി കുലുങ്ങിയത് ചുമ്മാതാണെന്നാണ് ധരിക്കുന്നത്. പാറകൾ വിണ്ടത് ചുമ്മാതാണെന്നാണ് ധരിക്കുന്നത്. ദേവാലയത്തിൻ്റെ തിരശീല 2 ഇഞ്ച് കനമുള്ള സ്വർണ്ണ നൂലുകളിൽ കെട്ടിയത് അത് മുകൾ തൊട്ട് താഴെ വരെ കീറിപ്പോയത് വെറുതെയാണെന്നാണ് ധരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പഴയ നിയമ ബലികളുടെ സൗരഭ്യവാസന അത് ഉയരുന്ന സ്ഥലത്ത് ആസ്വദിക്കത്തക്കവണ്ണം ദൈവം ഇറങ്ങി വന്നിരുന്നെങ്കിൽ പുത്രൻ്റെ ഏകയാഗ ബലി അർപ്പിച്ചിടത്ത് പിതാവും സൈന്യങ്ങളും ഉണ്ടായിരുന്നു. സ്വർഗത്തിലെ ദൈവവും സൈന്യങ്ങളും എല്ലാം ഒരുപോലെ പുത്രൻ്റെ ബലിസ്ഥലത്തേക്ക് ഇറങ്ങി വന്നതുകൊണ്ടാണ് അത് ഭൂമിക്ക് താങ്ങാൻ കഴിയാത്തതുകൊണ്ടാണ് ഭൂമി കുലുങ്ങിയത്, പാറകൾ പിളർന്നത്. പിതാവേ, അങ്ങയുടെ കൈകളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രാണനെ വിടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവൻ പിതാവിൻ്റെ കൈകളിലേക്ക്, അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കൈകളിലേക്ക് കൊടുത്തിട്ടാണ് അദ്ദേഹം ജീവൻ വിട്ടത്. ഈ യേശുവിൻ്റെ ജീവൻ പുറത്തു പോയപ്പോൾ സകല ജീവജാലങ്ങൾക്കും പ്രശ്നമുണ്ടായി. വചനം പറയുന്നു,
സകലതിൻ്റെയും ആധാരം ക്രിസ്തുവാണ്. യേശുവാണ് സകല ജീവൻ്റെയും ആധാരം. സകല ജീവജാലങ്ങളുടെയും ആധാരം യേശുവായതുകൊണ്ട് യേശുവിൻ്റെ ജീവൻ പുറത്തു പോയപ്പോൾ സകല ജീവജാലങ്ങൾക്കും പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് സൂര്യൻ വരെ ഇരുണ്ടുപോയത്. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ ഏകയാഗബലി അർപ്പിക്കുന്ന സ്ഥലത്ത് അത് സ്വീകരിക്കാൻ പിതാവ് സ്ഥലത്തുണ്ടായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരമായി കാൽവരി കുരിശിൽ യേശു ക്രിസ്തു സജീവവും പൂർണ്ണവും ഏകവുമായ യാഗമർപ്പിക്കുമ്പോൾ അവിടെ ആ ബലി സ്വീകരിച്ച് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ തക്കവണ്ണം കർത്താവേ, പിതാവിൻ്റെ വലിയ സാന്നിധ്യവും ദൈവത്തിൻ്റെ സൈന്യങ്ങളുടെ സാന്നിധ്യവും അവിടെ ഉണ്ടായിരുന്നതിന് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടെ സന്നിഹിതനായിരുന്ന പിതാവിനോട് യേശു പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല എങ്കിൽ ഇവരോട് ക്ഷമിക്കണമേ. കർത്താവേ, അവിടെയൊക്കെ വ്യാപരിച്ച ആ സാഹചര്യങ്ങളെ യഥാർത്ഥത്തിൽ കണ്ണു തുറന്ന് കാണുവാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത വലിയ പദ്ധതികളൊക്കെയും കർത്താവേ, അങ്ങ് ചെയ്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരായ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളെ അങ്ങ് തുറക്കണമേ. അവരതെല്ലാം ഗ്രഹിക്കുവാൻ ദൈവം സഹായിക്കണമേ. ദൈവകൃപയിൽ നിറയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എല്ലാം യോഗ്യമായി ചെയ്ത് യേശുക്രിസ്തു കാൽവരിയിൽ അനുഭവിച്ച ആ കൊടിയ യാതനകൾ, പീഡനകൾ അതെല്ലാം ഗ്രഹിച്ചുകൊണ്ട് അതിനനുസരിച്ച് വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, അടിയനെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരുടെ എല്ലാ ബുദ്ധിയെയും ആത്മാവിനെയും ദൈവം തുറന്നു കൊടുക്കണമേ. ആഴങ്ങളിൽ വചനം പഠിക്കുവാൻ ദൈവം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.